ഇൻഫിനിക്സ് നോട്ട് 12 സീരീസിൽ ഇതുപോലെ ഇൻഫിനിക്സ് നോട്ട് 12 അതുപോലെ ഇൻഫിനിക്സ് നോട്ട് 12 ടർബോ എന്നീ രണ്ട് സ്മാർട്ട് ഫോണുകൾ പുറത്തിറക്കിയിരുന്നു. ഇപ്പോൾ ആ ഒരു ലൈനപ്പിലേക്ക് മൂന്നാമതൊരു സ്മാർട്ട് ഫോൺ കൂടി വരുന്നു, ഇൻഫിനിക്സ് നോട്ട് 12 പ്രോ 5G. അപ്പോൾ ഓർക്കുക, ഈ ഒരു ഇൻഫിനിക്സ് നോട്ട് 12ഉം അതുപോലെ നോട്ട് 12 ടർബോയും 4G സ്മാർട്ട് ഫോൺ ആയിരുന്നെങ്കിൽ നോട്ട് സീരീസിലെ ആദ്യ 5G സ്മാർട്ട് ഫോൺ ആവുകയാണ് ഇൻഫിനിക്സ് നോട്ട് 12 പ്രോ 5G. അപ്പോൾ നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് ഇൻഫിനിക്സ് നോട്ട് 12 പ്രോ 5G എന്ന സ്മാർട്ട് ഫോണിൻ്റെ വിശേഷങ്ങളാണ്. അപ്പോൾ ഈ നോട്ട് 12 ആദ്യം കയറി ഈ 4G സ്മാർട്ട് ഫോൺ വാങ്ങിയവർക്ക് ഇപ്പോൾ 5G ഇറങ്ങിയെന്ന് കേൾക്കുമ്പോൾ ഒരു 5G മേടിക്കാമെന്നൊരു തോന്നൽ ഇപ്പോൾ തോന്നുന്നുണ്ടാവും. എന്ത് തന്നെയായാലും നമുക്ക് ഇൻഫിനിക്സ് നോട്ട് 12 പ്രോ 5G ഫോണിൻ്റെ വിശേഷങ്ങൾ പരിശോധിക്കാം. നോക്കിയാൽ ഇതിൻ്റെ ആ ഒരു ബോക്സൊക്കെ ഏകദേശം മൂന്നും ഐഡൻറ്റിക്കലാണ്. അപ്പോൾ ഇത് മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസ്, ഡോക്ടർ സ്ട്രേഞ്ച് ആ ഒരു തീമിലാണ് ഈ മൂന്ന് ഫോണുകളും ഇൻഫിനിക്സ് പുറത്തിറക്കിയിരിക്കുന്നത്. മാത്രമല്ല ഇനി ഇൻഫിനിക്സ് നോട്ട് 12 പ്രോ 5G കൂടാതെ ഇൻഫിനിക്സ് നോട്ട് 12 5G കൂടി വരുന്നുണ്ട്. അപ്പോൾ 4Gയിൽ രണ്ടെണ്ണം, നോട്ട് 12 ടർബോയും നോട്ട് 12ഉം, 5Gയിൽ നോട്ട് 12 പ്രോയും നോട്ട് 12ഉം, ഇങ്ങനെ 5G രണ്ട് ഫോൺ, അങ്ങനെ 4 ഫോൺ മൊത്തത്തിൽ 12 സീരീസിലായി. മൊത്തം പറയുന്ന നമുക്ക് തന്നെ കൺഫ്യൂഷനായി. എന്ത് തന്നെയായാലും ഈ ഒരു സ്മാർട്ട് ഫോൺ അൺബോക്സ് ചെയ്തതിൻ്റെ വിശേഷങ്ങൾ പരിശോധിക്കാം. അപ്പോൾ ഇതേ ഇരിക്കുന്ന സ്മാർട്ട് ഫോൺ, അതിനകത്തേക്ക് വരാം. കൂടാതെ ഇതിനകത്തുള്ളത് USB-A to USB Type-C ചാർജിങ് കേബിൾ, 33 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജർ. ഇതിനകത്ത് ഡോക്ടർ സ്ട്രേഞ്ചിൻ്റെ ആ ഒരു തീമിലുള്ള കുറേ സ്റ്റിക്കറുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെറും ഒരു പേപ്പർ സ്റ്റിക്കറല്ല, നല്ല ക്വാളിറ്റിയുള്ള ടൈപ്പ് കുറേ സ്റ്റിക്കറുകളാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ആസ് യൂഷ്വൽ സിം ഇജക്ടർ പിൻ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കവറിനകത്തിട്ട് കൊടുത്തിരിക്കുന്നു. കൂടാതെ ഇതിൻ്റെ യൂസർ മാനുവൽ, വാറൻറ്റി കാർഡ് ഇൻഫർമേഷൻ, XOS ക്ലബിലേക്കുള്ള ഒരു മെമ്പർഷിപ്പ് ഡോളർ പേപ്പർ, അതുപോലെ ഇതിൻ്റെ ഒരു ബാക്ക് കേസ് കൊടുത്തിട്ടുണ്ട്. ക്വാളിറ്റിയുള്ള ബാക്ക് കേസാണ്. ഇത്തവണ ഈ ഒരു സ്ക്രീൻ പ്രൊട്ടക്ടർ ഇതിനകത്ത് വന്നില്ല. സാധാരണ ഇൻഫിനിക്സിൻ്റെ ഫോണിൻ്റെ ബോക്സിനകത്ത് സ്ക്രീൻ പ്രൊട്ടക്ടർ സെപ്പറേറ്റ് തരുന്നതായിരിക്കും. ചിലപ്പോൾ ഇതിനകത്ത് ഒരുപക്ഷെ ഫോണിനകത്ത് ഉണ്ടാവും. എനിവേ ഇതായിരിക്കുന്നു നമ്മുടെ ഫോണിനകത്തേക്ക് വരാം. അപ്പോൾ ഇവിടെ നോട്ട് 12 ടർബോ ഇവിടെ ഇരിപ്പുണ്ട്, 4G. ഇവിടെ ഇൻഫിനിക്സ് നോട്ട് 12 ഇതായിരിക്കുന്നു. അപ്പോൾ ഈ ഡിസൈൻ ലാംഗ്വേജിൽ ഈ ഒരു നോട്ട് 12 ടർബോയുടെ സെയിം ഡിറ്റോ അതുപോലെയാണ് ഈ ഒരു ഇൻഫിനിക്സ് നോട്ട് 12 പ്രോ 5G ഇരിക്കുന്നത്. കാഴ്ചയ്ക്ക് രണ്ടും നോക്കി ഐഡൻറ്റിക്കൽ. വ്യത്യാസം ഈ പറഞ്ഞ പോലെ 5G ആണ് എന്നുള്ളതാണ്. പിന്നെ ക്യാമറയിലും കാര്യമായിട്ടുള്ള വ്യത്യാസം വന്നിട്ടുണ്ട്. എനിവേ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു ഫോൺ നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ ഇതിനകത്ത് കണ്ടില്ലേ, ഇപ്പോൾ ഈ പറഞ്ഞ ഡോക്ടർ സ്ട്രേഞ്ചിൻ്റെ ഒരു തീം നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് തീം സ്റ്റോർ ഉണ്ട്. ആ തീം സ്റ്റോറിൽ കയറിയിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് ഈ ഒരു പർട്ടിക്കുലർ ഡോക്ടർ സ്ട്രേഞ്ചിൻ്റെ തീം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ കാണാനൊരു ലുക്കും ഈ പറഞ്ഞ ഇതിൻ്റെ ഒരു ബോക്സിനോടും അതുപോലെ ഇതിൻ്റെ ഈ ഒരു ഫോൺ ഡിസൈൻ ചെയ്തിരിക്കുന്ന ആ ഒരു ഡോക്ടർ സ്ട്രേഞ്ച് തീമിനോട് കുറച്ചുകൂടെ അടുത്ത് നിൽക്കും. അപ്പം കുറച്ചുകൂടെ ഒരു ഭംഗി എന്തായാലും തോന്നുന്നുണ്ട്. എന്തായാലും ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഒരു ഡിസൈൻ പാർട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബാക്ക് പ്ലാസ്റ്റിക് കൊണ്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇവിടെ ഇതുപോലെ ചെറിയ ചെറിയ ലൈൻസ് നമുക്ക് കാണാം. ബാക്ക് സൈഡിലായിട്ട് ഇത്തരത്തിൽ 3 ക്യാമറകളാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു 4 ക്വാഡ് LED ലൈറ്റ് ഫ്ലാഷും കൊടുത്തിട്ടുണ്ട്. ഒരു ഡ്യുവൽ ടോണിലാണ് ഈ ഒരു ക്യാമറ മുറികൾ വന്നിരിക്കുന്നത്. ഇവിടെ ഇൻഫിനിക്സ് 5G എന്നതുപോലെ എഴുതിയിട്ടുണ്ട്. ഒരു ബോക്സി ഡിസൈനാണ് ഫോണിന് കൊടുത്തിരിക്കുന്നത്. അതുപോലെ വലത് സൈഡിലായിട്ട് ഇതുപോലെ വോളിയം റോക്കേഴ്സും ഈ ഒരു പവർ ബട്ടണും ഉണ്ട്. ഇവിടെ പവർ ബട്ടണിലാണ് ഫിംഗർ പ്രിൻറ്റ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ താഴെ സ്പീക്കറുകളിൽ USB Type-C ചാർജിങ് പോർട്ട്, മൈക്രോഫോൺ, 3.5mm ഓഡിയോ ജാക്ക് ഉണ്ട്. ഇടത് സൈഡിലാണ് സിം ട്രേ കൊടുത്തിരിക്കുന്നത്. മുകളിൽ സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്ക് കൊടുത്തിട്ടില്ല. സാധാരണ ഈ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണുകളിൽ സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്കൊക്കെ വരുന്നതാണ്. അത് ഇൻഫിനിക്സിൻ്റെ നോട്ട് 12 ടർബോയിലും ഈ പറഞ്ഞ സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്ക് കൊടുത്തിട്ടില്ല. എനിവേ നമുക്കിതിൻ്റെ ഒരു സിം ട്രേയുടെ ടൈപ്പ് കൂടി ഒന്ന് അറിയണം. ഈ ഒരു സിം ട്രേയെ കുറിച്ച് പറഞ്ഞാൽ ഇതേ ബാക്ക് സൈഡിൽ നമുക്കിതുപോലെ 2 നാനോ സിം കാർഡുകൾ ഇടാം. ഫ്രണ്ടിൽ വന്നിട്ട് ഒരു മെമ്മറി കാർഡും ഇടാം. അപ്പോൾ ട്രിപ്പിൾ കാർഡ് സ്ലോട്ട് തന്നെയാണ്. അപ്പോൾ കാര്യങ്ങൾ ഡീസൻ്റ് ആണ്. നമുക്ക് 2 സിം കാർഡും മെമ്മറി കാർഡും ഒരുമിച്ച് തന്നെ എന്തായാലും ഈ ഒരു ഫോണിനകത്ത് ഉപയോഗിക്കാം. ഇനി ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേയെ കുറിച്ച് പറഞ്ഞാൽ 6.7 ഇഞ്ചിൻ്റെ ഫുൾ HD+ AMO LED ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. മാത്രമല്ല കോണിംഗ് ഗോറില്ല ഗ്ലാസ് 3യുടെ പ്രൊട്ടക്ഷനും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ ഒരു റിഫ്രഷ് റേറ്റ് എന്ന് പറയുന്നത് നോർമൽ റിഫ്രഷ് റേറ്റ് ആണ്, 60 ഹെഡ്സ് ആണ്. പക്ഷേ 180 ഹെഡ്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ബ്രൈറ്റ്നസിനെ കുറിച്ച് പറഞ്ഞാൽ മാക്സിമം 700 നിറ്റ്സ് ആണ് ഇതിൻ്റെ ഒരു മാക്സിമം ബ്രൈറ്റ്നസ്. ഓക്കെ, ഔട്ട്ഡോർ വിസിബിലിറ്റി ഒന്നും വലിയ പ്രശ്നമൊന്നും അതുകൊണ്ട് തന്നെ വരികയില്ല. അതുപോലെ ഈ ഒരു സ്മാർട്ട് ഫോൺ AMO LED ഡിസ്പ്ലേയും ഫുൾ HD റെസൊല്യൂഷനും ഒക്കെ ഉള്ള സ്മാർട്ട് ഫോൺ ആണെങ്കിലും നിലവിൽ ഇതിനകത്ത് വൈഡ് ബൈൻ L1 സപ്പോർട്ട് നിലവിലില്ല. പക്ഷേ ഈ ഒരു ജൂലൈ മാസത്തിൻ്റെ അവസാനത്തോട് കൂടി തന്നെ ഈ ഒരു ഫോണിനകത്ത് വൈഡ് ബൈൻ L1 സപ്പോർട്ട് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വഴി നൽകുമെന്ന് ഇൻഫിനിക്സ് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വൈഡ് ബൈൻ L1 സപ്പോർട്ട് ഉണ്ടെങ്കിലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നെറ്റ്ഫ്ലിക്സ് അതുപോലെ ആമസോൺ പ്രൈം പോലുള്ള OTT പ്ലാറ്റ്ഫോമുകളിൽ നിന്നും HD റെസൊല്യൂഷൻ
നമുക്ക് കണ്ടൻറ്റുകൾ വൈഡ് വൈൻ L1 സപ്പോർട്ട് ഉണ്ടെങ്കിൽ കാണാൻ പറ്റും. അപ്പോൾ നിലവിലില്ല, ജൂലൈ അവസാനത്തിൽ അപ്ഡേറ്റിലൂടെ നമുക്കത് കിട്ടുകയും ചെയ്യും. ഈ ഫോണിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് സ്റ്റീരിയോ സ്പീക്കറുകളാണ് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കേട്ടല്ലോ, നല്ല ക്വാളിറ്റിയുള്ള സൗണ്ടാണ്, നല്ല സ്റ്റീരിയോ സെപ്പറേഷൻ ഉണ്ട്, നല്ല ലൗഡാണ്. എന്ത് തന്നെയായാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുക്കുന്നു എന്നുള്ളത് വലിയ കാര്യം. അത് ഇൻഫിനിക്സിൻ്റെ നോട്ട് ഓൾ ടർബോയിലും ഒക്കെ സ്റ്റീരിയോ സ്പീക്കറുകൾ തന്നെയാണ് കൊടുത്തിരുന്നത്. എന്തായാലും ഇവിടെയും ഈ ഒരു ബ്രാൻഡ് സ്റ്റീരിയോ സ്പീക്കർ കൊടുത്തിരിക്കുന്നു എന്നുള്ളത് ഒരു വലിയ കാര്യം. മാത്രമല്ല ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് DTS സറൗണ്ട് സൗണ്ട് സിസ്റ്റം കൂടി നൽകിയിട്ടുണ്ട്. അത് ഇൻഫിനിക്സിൻ്റെ 6500 രൂപ വില വരുന്ന സ്മാർട്ട് ഫോണുകൾ പോലും ആ ഒരു DTS സപ്പോർട്ട് നൽകാറുണ്ട്. അത് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം മനോഹരമായിട്ടുള്ളൊരു സൗണ്ട് ഔട്ട്പുട്ട് തന്നെ ഈ ഒരു ഫോണിൽ നിന്ന് ലഭിക്കുന്നു. ഫോണിൻ്റെ വീഡിയോ ക്വാളിറ്റിയെക്കുറിച്ച് പറഞ്ഞാൽ AMOLED ഡിസ്പ്ലേ ആണ്, ഫുൾ HD+ റെസൊല്യൂഷൻ ഉണ്ട്, അതുപോലെ വൈഡ് വൈൻ L1 സപ്പോർട്ടൊക്കെ വരും. എന്തായാലും മനോഹരമായിട്ടുള്ള വീഡിയോ ക്വാളിറ്റി തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിനുണ്ട്. പക്ഷേ ഇതിനകത്തുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു ഫ്രണ്ട് ക്യാമറ വാട്ടർ ഡ്രോപ്പ് നോച്ചായിട്ടാണ് നൽകിയിരിക്കുന്നത്. അത് ഇൻഫിനിക്സിൻ്റെ നോട്ട് ഓൾ ടർബോയിലും ഒക്കെ വാട്ടർ ഡ്രോപ്പ് നോച്ചാണ്. ഈ പറഞ്ഞ എന്തെങ്കിലും ഒരു കുറവ് മാറ്റി വെച്ചിട്ട് എല്ലാം തികച്ചുകൊണ്ട് ഒന്നും അങ്ങോട്ട് റെഡിയാക്കി എടുക്കുന്നില്ല ഒരു ഫോൺ ബ്രാൻഡുകൾ. ഇവിടെയും ഒരു കുറവ് വരുത്തിയിരിക്കുന്നു, ഈ പറഞ്ഞ വാട്ടർ ഡ്രോപ്പ് നോച്ച്. ചിലർക്കൊന്നും അതൊരു വലിയ പ്രശ്നമല്ല, പക്ഷേ എനിക്ക് വാട്ടർ ഡ്രോപ്പ് നോച്ചുകളോട് പേഴ്സണലി എനിക്ക് ഇഷ്ടമല്ല. 5 ഹോൾ ക്യാമറ വരുന്ന ഡിസ്പ്ലേ ഉള്ള ഫോണുകളാണ് എനിക്കിഷ്ടം. അപ്പോൾ അത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ഡിസ്പ്ലേ മനോഹരം തന്നെയാണ്, മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. അടുത്തായിട്ട് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പെർഫോമൻസ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ മീഡിയടെക്കിൻ്റെ 810 എന്ന 5G പ്രോസറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. ഏകദേശം 12ഓളം വ്യത്യസ്തങ്ങളായിട്ടുള്ള 5G ബാൻഡുകളുടെ സപ്പോർട്ടും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. ഒരൊറ്റ വേരിയൻ്റാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ. 8GB റാം, അത് LPDDR4X റാമും അതുപോലെ 128GB ഇൻ്റൽ മെമ്മറി ഉണ്ട്, അത് UFS 2.2 അപ്പോൾ 8GB 128. ഈ ഫോണിൻ്റെ പ്രൈസ് റേഞ്ചിൽ പലതിലും 4GB റാമും 6GB റാമുമാണ് വരുന്നത്. അതുപോലെ 64GB ആണ് ഇൻ്റൽ മെമ്മറി പല ഫോണിലും വരുന്നത്. പക്ഷേ ഈ പ്രൈസ് റേഞ്ചിൽ നമുക്കിവിടെ 8GB റാമും 128GB ഇൻ്റൽ മെമ്മറി നൽകുന്നു എന്നുള്ളതും ഒരു വലിയ കാര്യമായിട്ട് തന്നെ എടുത്തു പറയട്ടെ. മാത്രമല്ല നമുക്ക് ഈ ഒരു 8GB റാമിനെ 13GB റാം വരെ വെർച്വലി എക്സ്പാൻഡ് ചെയ്യാനും ഈ ഒരു സ്മാർട്ട് ഫോണിൽ സാധിക്കും. ഫോണിൻ്റെ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിലാണ് കാര്യമായിട്ടുള്ള മറ്റൊരു ജമ്പ് വന്നിരിക്കുന്നത്. ഇൻഫിനിക്സിൻ്റെ നോട്ട് 12 ഇതുവരെ പുറത്തിറക്കിയ 2 ഫോണുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇതിൻ്റെ പ്രൈമറി ക്യാമറ വന്നിട്ട് 108 മെഗാ പിക്സലിൻ്റെ ക്യാമറയാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ 108 മെഗാ പിക്സൽ ക്യാമറ വിത്ത് 5G സ്മാർട്ട് ഫോൺ എന്ന പ്രത്യേകതയാണ് ഇൻഫിനിക്സിൻ്റെ നോട്ട് 12 Pro 5G ഉള്ളത്. പിന്നെ 2 ക്യാമറ, അത് പേരിനാണ്. അതായത് 2 മെഗാ പിക്സലിൻ്റെ ഒരു ഡെപ്ത് സെൻസറും 2 മെഗാ പിക്സലിൻ്റെ ഒരു AI ക്യാമറയാണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. നേരത്തെ നമ്മൾ കണ്ടതുപോലെ ഇതുപോലെ ഒരു വാട്ടർ ഡ്രോപ്പ് നോച്ചിലാണ് സെൽഫി ക്യാമറ, അതും 16 മെഗാ പിക്സലിൽ ഒരു സെൽഫി സെൻസറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. അതുപോലെ ഫോണിൻ്റെ വീഡിയോ ഡിപ്പാർട്ട്മെൻറ്റിൽ ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ടും അതുപോലെ ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് 2K റെസൊല്യൂഷനിൽ നമുക്ക് മാക്സിമം വീഡിയോ സപ്പോർട്ട് നൽകുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ടിലും ബാക്കിലും 2K കൊടുത്തിരിക്കുന്നു എന്നുള്ളത് നല്ല കാര്യം തന്നെ. ബാക്കിൽ 4K നൽകിയിട്ടില്ല എന്നുള്ളതും ഓർമ്മിപ്പിക്കട്ടെ. നമുക്കൊരു സാമ്പിൾ ഫോട്ടോ ജസ്റ്റ് സ്റ്റുഡിയോ ലൈറ്റിങ്ങിൽ ഒന്ന് എടുത്തു നോക്കാം. ഇതിപ്പോൾ ഞാനിതിൻ്റെ ഒരു ബാക്ക് ക്യാമറ വെച്ചെടുത്ത ഒരു ഫോട്ടോയാണ്. പക്ഷേ 108 മെഗാ പിക്സൽ ക്യാമറ ഉണ്ട് എന്ന് പറയുന്നെങ്കിലും എടുക്കുന്ന ഫോട്ടോ ഓവർ സാച്ചുറേറ്റഡ് ആണ്. ഒരു ഫോട്ടോ എടുത്തോളൂ, ആ ഒറ്റ ഫോട്ടോയിലൂടെ നമുക്ക് മനസ്സിലാവും കളർ ഇത്തിരി കൂടുതലാണ്. അപ്പോൾ സോഫ്റ്റ്വെയർ സൈഡിൽ കുറച്ചുകൂടി ഒരു എൻഹാൻസ്മെൻറ്റ് ക്യാമറ സൈഡിൽ ഇൻഫിനിക്സ് കൊടുക്കണമെന്ന് അപേക്ഷിക്കുന്നു. അതുപോലെ ഒരു സെൽഫി എടുത്ത് നോക്കാം. 16 മെഗാ പിക്സലിൻ്റെ സെൽഫി എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് കൂടെ നോക്കട്ടെ. സെൽഫി വലിയ തിരക്കേടില്ല, ഒരുപാട് ഭയങ്കര ഗുണമൊന്നും ഇല്ലെങ്കിൽ ഒരു മീഡിയം സെൽഫി ഫോട്ടോകളാണ് നമുക്ക് കിട്ടുന്നത്. എന്തിനാലും ബാക്ക് ക്യാമറ കുറച്ചൊരു സാച്ചുറേഷൻ കൂടുതലായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. ബാറ്ററി സൈഡിലേക്ക് വന്നാൽ 5000 mAh ബാറ്ററിയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. അത് ചാർജ് ചെയ്യാനായിട്ട് 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അതെല്ലാം ഓക്കെയാണ്. ഫോഴ്സ് ബ്ലാക്ക്, സ്നോഫാൾ വൈറ്റ് എന്നീ 2 നിറങ്ങളാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ലഭിക്കുന്നത്. നമ്മളിവിടെ പരിശോധിക്കുന്നത് ഫോഴ്സ് ബ്ലാക്ക് എന്ന കളർ വേരിയൻ്റ് ആണ്. അടുത്തായിട്ട് ഈ ഒരു ഫോണിൻ്റെ പ്രൈസിംഗ് ആണ്. ആക്ച്വലി നമ്മൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഇതിൻ്റെ പ്രൈസിങ് അറിവായിട്ടില്ല. ഇൻഫിനിക്സിൻ്റെ നോട്ട് 12 സീരീസിലെ ഉയർന്ന ഫോണായിട്ടുള്ള 4G ഫോണായിട്ടുള്ള ഇൻഫിനിക്സ് നോട്ട് 12 ടർബോ പോലും 15000 രൂപയ്ക്കാണ് വിറ്റത്. അപ്പോൾ അതിൽ നിന്ന് ഇവിടെ വരുന്ന വ്യത്യാസം എന്ന് പറയുന്നത് ഇത് 5G ആണ്, അതുപോലെ 108 MB ക്യാമറ ഉണ്ട്, അങ്ങനെയുള്ള വളരെ ചുരുക്കം ചില വ്യത്യാസങ്ങളാണ് ഇതിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു അപ്ഗ്രേഡാണ് എന്തായാലും വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 15000-ൽ കൂടുതലായിരിക്കും എന്ന് ഏകദേശം ഉറപ്പിക്കാം. ഇതിൻ്റെ പ്രൈസ് ഒരു 17000-ൽ താഴെ നിൽക്കും എന്നാണ് എൻ്റെ ഒരു ഗസ്സിങ്. കൃത്യമായിട്ട് വീഡിയോ വരുമ്പോൾ അറിയാൻ പറ്റും. ഇത് നമ്മൾ പ്രൈസ് അറിയുന്നതിന് മുമ്പാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ ആക്ച്വലി ഇതിൻ്റെ പ്രൈസ് പുറത്ത് വന്നിട്ടുണ്ടാവും. നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും പ്രൈസ്. എന്തായാലും 15-നും 17-നും ഇടയ്ക്ക് നിൽക്കുമെന്നാണ് എൻ്റെ ഒരു ഫീലിംഗ്. അപ്പോൾ ഈ പ്രൈസ് റേഞ്ചിൽ ഈ ഒരു ഫോണിനകത്ത് കാണുന്ന ഞാൻ ഈ ഒരു ഫസ്റ്റ് ഇംപ്രഷനിൽ കാണുന്ന കുറവ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ വാട്ടർ ഡ്രോപ്പ് നോച്ചാണ്. അതൊന്ന് ഒഴിവാക്കാമായിരുന്നു. ബാക്കിയെല്ലാം ഓക്കെയാണ്. പിന്നെ ഇൻഫിനിക്സിൻ്റെ യൂസർ ഇൻ്റർഫേസ് ആയിട്ടുള്ള XOS ആണ്. ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് ഇത്തവണ ഇൻഫിനിക്സിൻ്റെ ആ ഒരു XOSൻ്റെ ലേറ്റസ്റ്റ് വെർഷനിൽ
വന്നിട്ടുണ്ട്. ഒരുപാട് ബ്ലോ ഡിവൈസുകളൊന്നുമില്ല, കാര്യമായിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ് എന്തായാലും XOSൽ വന്നിട്ടുണ്ട് എന്നുള്ളതും പ്രത്യേകതയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനെ സംബന്ധിച്ച്.